സ്പർശനങ്ങളൊക്കെ വരുന്നതാണല്ലോ ഇത്. സ്പർശനം, ഖരം, ഉരസല് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതല്ല സ്പർശനം എന്ന് പറയുമ്പോ അതിൽ പെടുമല്ലോ അതൊക്കെ. അതിലൊക്കെ ഈ സ്പർശനം പല പല സ്പർശനങ്ങളാണ്. നാവ് കൊണ്ട്, സംസാരം കൊണ്ട്, കേൾവി കൊണ്ട്, സ്പർശനം കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ വ്യഭിചാരം. ഒരു സ്ത്രീനെ ഞാൻ എൻ്റെ അമ്മയായിട്ട് കാണുക, അല്ലെങ്കിൽ എൻ്റെ മകളായിട്ട് കാണുക, അല്ലെ എൻ്റെ ജ്യേഷ്ഠത്തിയായിട്ട് കാണുക, അല്ലെ അനിയത്തിയായിട്ട് കാണുക. അങ്ങനെ നമ്മുടെ കാഴ്ചയിൽ അങ്ങനെ കാണാവുള്ളൂ. പ്രിയ പത്നിയായിട്ട് കാണാൻ പാടില്ല. ചിന്ത കൊണ്ട്, മനസ്സുകൊണ്ട് വിചരിക്കാൻ പാടില്ല. മനസ്സിലല്ലേ? എടാ ഉസ്മാൻ കൊതുകെ, നിനക്കൊന്നും അറിയാൻ മേലെങ്കിൽ നീ ഒന്നും പറയാൻ പോലെ. നീ മതിനെ പറ്റി പറയാ. എടാ നശിക്കപ്പെട്ട നായിന്റെ മോനെ, നീ നിൽക്കുന്നവിടെ താന്നു പോകും കേട്ടോടാ പന്നി. നിന്റെ പേരുണ്ട് മുസ്ലിം, വർത്താനം കൊണ്ട് മുസ്ലിം, ആഹാരം കഴിക്കും വിസ്മി പറയും. നീ ആരടാ നിന്നെ പന്നിയൊക്കെ പഠിപ്പിച്ച നായിന്റെ മോനെ? നീ മദീനെ പറ്റി നീ വിവരിക്കുന്നു. നിനക്ക് മദീനെ പറ്റി എന്ത് അറിയടാ പന്നിയുടെ മോനെ? നിന്റെ ബാപ്പ ഗുരുവായിരുന്നു നായിന്റെ മോനെ. പന്നിക്കെട്ടാ പട്ടിപ്പുണ്ട മോനെ. ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിൽ പറയാടാ പട്ടിപ്പൂ മോനെ. യേശുക്രിസ്തു ദൈവമാണെന്ന് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ടല്ലോ. അവനെ അടക്കുന്ന ഉസ്മാൻ കൊതുകിനെ അടക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ ചത്താൽ ഉമ്മാടെ താഴെ ഒരു സ്ഥലമുണ്ട്, വലിയ കിഴുത്തുള്ള, അവിടെ അടക്കാനാ. ഇടാ നായിന്റെ മോനെ, നീ മദീനെന്ന് പറയുന്ന ആ പുണ്യമായ ആ മണ്ണിൽ നിന്റെ കാല് ചവിട്ടാൻ പടച്ച യോഗം നിനക്ക് തന്നില്ലല്ലോടാ പന്നി. നീ ഇങ്ങനെ സംസാരിക്കുന്ന നായിന്റെ മോനെ, നിന്നെ ആരും അവിടെ നിനക്ക് വിഷം തന്നു കൊല്ലാന്? നീ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിനാണ് പന്നിയ മോനെ നീ സംസാരിക്കുന്നത്. സഖാവേ, ഞാൻ നിന്റെ മതത്തെ പറഞ്ഞില്ല, നിന്നെ പറഞ്ഞില്ല, ഞാൻ നിന്നെ താഴെയുന്നില്ല. എന്റെ പൊന്നു കൂട്ടുകാര, അവന്റെ അമ്മയാണ്, അല്ല വേറെ. ഈ പന്നിയുടെ മോന്റെ അവന്റെ പേര് കൊണ്ട് മുസ്ലിം, അവന്റെ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്ന പേര് മുസ്ലിം, അവന്റെ പാസ്പോർട്ടിന്റെ പേര് എഴുതിയിരിക്കുന്ന, അവന്റെ മതം ചോദിച്ചാൽ മുസ്ലിം എന്ന് എഴുതിക്കുന്നത്. ഈ പട്ടിപ്പുട്ട മോന്റെ അണ്ടി വെട്ട ഒരു പയറില്ലേ അവിടെ? സാറേ, ഞാൻ നിങ്ങളോട് സംസാരിച്ചാലേ എന്റെ സമയം വേസ്റ്റ് ആകും. അതുകൊണ്ട് ഞാനില്ല നിങ്ങളോട്. നിങ്ങളെപ്പോലെ മതക്കാരോട് ഞാനില്ല. ഞാനൊഴിവാണ് നിങ്ങളെപ്പോലെ, പ്രത്യേകിച്ച് ഇസ്ലാം മതക്കാരോട്. നീ എന്നെ ടാഗ് ചെയ്താ പൂരി മോനെ, നിന്റെ കുണ്ണയം വെട്ടും പട്ടി പൂരി മോനെ. നീ ഇപ്പൊ മതിനെ പറ്റി പറയാനുള്ള തല്ല നിൽക്കണ്ടോ നായിന്റെ മോനെ? കണ്ടവന്റെ മകൻ ചൂമ്പുന്ന പട്ടിപ്പുണ്ട മോനെ. ഇസ്ലാം മതക്കാരോട് ഇല്ല. ഹിന്ദുക്കളോട് സംസാരിക്കാം, കുഴപ്പമില്ല. ക്രിസ്ത്യാനികളോട് സംസാരിക്കാം, നിരീശ്വരവാദികളോട് സംസാരിക്കാം, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇസ്ലാം മതക്കാരോട് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാറി നിൽക്കുന്നതാണ് സഖാവേ നല്ലത്. എടാ പട്ടിപ്പുണ്ട മോനെ, എന്നാ നീ ഗ്രൂപ്പിലെ സംസാരിക്ക, മര്യാദ സംസാരിക്കടാ. അള്ളാഹ് ഉണ്ടെന്ന് നീ വിശ്വസിക്ക. നിന്റെ പിന്നെ എന്തിനാ നായിന്റെ മോനെ, കൊളത്തി തൊണ്ടാത്ത നായിന്റെ മോനെ, നിന്റെ പാസ്പോർട്ട് മതത്തിന്റെ പേര് വെച്ചോ മുസൽമാന്റെ ഇസ്ലാമാന്ന് വെച്ചത്, സർട്ടിഫിക്കറ്റ് ഇസ്ലാമാന്ന് വെച്ചത്. നീ വർഗീയക്കാരാണ് തായോളി. ഇസ്ലാം മതക്കാരോട് പരമാവധി ഒഴിവാനിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഇസ്ലാം മതക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതക്കാരോട് ഞാൻ ഒന്നിനുമില്ല. ഇസ്ലാം മതക്കാരോട് സംസാരിക്കാനില്ല സാറേ. ഹിന്ദുക്കളോട് സംസാരിക്കും, നല്ല സുഖ ചപ്പുമ്പളേ പീരെല്ലാം അടിക്കും വലിച്ചു തന്നെ പന്നിയുടെ മോനെ. ഹിന്ദുക്കളോട് സംസാരിക്കും, ക്രിസ്ത്യാനികളോട് സംസാരിക്കും, ജൈനന്മാരോടോ ബുദ്ധന്മാരോടോ സിഖുകാരോടോ നിരീശ്വരവാദികളോടോ എക്സ് മുസ്ലിങ്ങളോടോ സംസാരിച്ചോളാം. ഞാൻ ഇസ്ലാം മതക്കാരോട് സംസാരിക്കാനില്ല സാറേ. എടാ പിന്നെ നിന്റെ എന്തുകൊണ്ട് പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റിന്റെ അത് നിന്റെ ജാതി ചോദിച്ചോ നീ മുസ്ലിം എന്ന് എഴുതി വെച്ചത്, ഇസ്ലാം എഴുതി വെച്ചത് എന്തിനാടാ പൂറി മോനെ? നിന്നെ ഞാൻ ഭിത്തിയിലൊട്ടിക്കുന്നത്, അതിന് യാതൊരു മാറ്റവും ഇല്ല. അതിനുവേണ്ടി ഞാൻ ജയിലിൽ പോയി ഉണ്ടം വേണത് നിന്നെ ഞാൻ ഭിത്തിയെ പതിക്കുന്നത്, അത് യാതൊരു മാറ്റമില്ല. നീ എന്റെ നാടിനടുത്ത് കിടക്കുന്നത്. എനിക്ക് കൂടുതൽ വന്ന 10-32 കിലോമീറ്റർ കൊണ്ടുവന്നു ആലപ്പുഴ വരെ. അല്ല എനിക്ക് പേടിച്ചു പോകേണ്ട ഒരു ആടുമല്ല. ചങ്ങനാശ്ശേരി നടന്നങ്ങോട്ട് വരാം നിന്റെ വീട്ടിൽ. നീ നാട്ടിൽ വരുന്ന ഡേറ്റ് എന്ന് പറയാവോ? ടിക്കറ്റ് വിടാം, ഞാൻ വേണം ടിക്കറ്റ് വിടാം നാട്ടിലോട്ട് വരുന്നത്. എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് അണ്ടിക്ക് ഉറപ്പുണ്ടോ? എന്റെ രാജ്യത്ത് അങ്ങനെയാണ്, ഞാൻ ഇന്ത്യ രാജ്യത്താണ്, അങ്ങനെയാണ്. ചൈനയിലാണ് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല.
ചൈനയിലാണെങ്കിൽ ഇത് കാര്യമില്ല. ഞാൻ ചൈനക്കാരനല്ല, ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, എഴുതി വെക്കണം. ജാതി എഴുതണം, ഉള്ളാടനെന്ന, പറയനെന്ന, ഒസാനെന്ന, തങ്ങളെന്ന, എന്തെങ്കിലുമൊക്കെ ജാതി എഴുതണം. ലബ്ബെന്ന, ദാരിമിയെന്ന, എന്തെങ്കിലും ഒരു ജാതി എഴുതണമല്ലോ. എന്തെങ്കിലും ഒരു മതം എഴുതണം. അത് ഇന്ത്യയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അങ്ങനെ എഴുതണം. അതുകൊണ്ടാണ്. നിങ്ങൾ ഇസ്ലാം മതക്കാരങ്ങനെയാണല്ലോ. നിങ്ങളുടെ കൈത്തിരിപ്പ് മാറണമെങ്കിൽ ആരെങ്കിലും കിട്ടണമല്ലോ. നിങ്ങൾ എന്തുവേണം ചെയ്തത് ഇസ്ലാം മതക്കാരാ? ഞാനില്ല. നിങ്ങളുടെ മതം പറഞ്ഞ പോലെ നിങ്ങൾ ഇസ്ലാം മതക്കാരെ എന്തുവേണം ചെയ്തത്? ഒരു കുഴപ്പമില്ല. എന്റെ കിട്ടിയാ പന്നിയുടെ മോനെ നിന്നെ പിറ്റിയ പതി യാതൊരു മാറ്റമില്ല. നിന്റെ അടുക്ക നിന്നെ നേരിട്ട് കണ്ടാ മതി. എനിക്ക് കുവൈറ്റിലെ ഖത്തറില്ല, എവിടെ അങ്ങോട്ടാണ് ഞാൻ മൾട്ടി ഒഴിക്കാം. നിന്നെ അവിടെ കിട്ടുവാണ്, അവിടെ ഇട്ടാണ് നിനക്കിട്ട് പണി തരാൻ. മനസ്സിലായോ? നീ ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്ന പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. മൾട്ടി നീ നിൽക്കുന്നിടത്ത് വരാം. അത് കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളിപ്പോ എന്തെല്ലാം ചെയ്യും? ഒറ്റ വീട്ടിന് 3 കർഷകർ പട്ടിനേരം വെട്ടി നോക്കുന്ന ആൾക്കാരല്ലേ പോപ്പുലർ ഫ്രണ്ടുകാരെ. നിങ്ങൾ ഇസ്ലാം മതക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അപ്പൊ അതെന്തുപോലെ ചെയ്യാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള പോലെ ചെയ്യും. നിങ്ങളുടെ കൈക്ക് നിങ്ങളുടെ കത്തിക്ക് മുറിച്ച് തീരുന്നവരെ നിങ്ങൾ വെട്ടി കൊല്ലാപ്പോ. ഞാനെന്ത് ചെയ്യും? എന്ത് വേണം ചെയ്തോ? നിങ്ങളുടെ കത്തിയുടെ മുറിച്ച് തീരുന്നവരെ വിട്ടോ, കാണുന്നവരെ അരിഞ്ഞ് വീഴ്ത്തട പോപ്പുലർ ഫ്രണ്ടുകാരാ. എടാ നായിക്കാട്ടെ, നീ ഏത് സ്ഥലത്താ ജോലി ചെയ്ത് പറയാം. ഞാൻ അങ്ങോട്ട് നീ നിൽക്കുന്നവരോട് പറയാം. നീ അത്രയ്ക്ക് ഒറ്റ വാപ്പി കഴിച്ചില്ലേ ആണെങ്കിൽ നീ നിൽക്കുന്നവരുടെ സ്ഥലം പറ. നിന്റെ അവിടെ വരുന്ന ലൊക്കേഷൻ പിടി, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. കഴിഞ്ഞിട്ട് ഓട്ടോ അങ്ങോട്ടായിക്കോട്ടെ. നീ ഒന്ന് പറ സ്ഥലവും ലൊക്കേഷൻ പിടി. അണ്ടിക്ക് ഉറപ്പുണ്ടോ നിനക്ക്? അതോ ചത്തുപോയ ആൾക്കാരെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ലൊക്കേഷൻ ഇതാണ്. നീ ഇവിടെ വന്നിട്ട് വിട്ട് ഞാനിവിടെ കിടക്കുകയാണ്. ഓരോരോ ജാതികളാണല്ലോ. എന്താണ് ലബ്ബ, ഒസാൻ, എന്താണ് ഉള്ളാടൻ, പറയൻ, എന്താണ് ഇഷ്ടംപോലെ ജാതികളുണ്ട് നമ്മുടെ നാട്ടിലെ. തങ്ങള്, എത്ര ജാതികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ജാതികള്. ഉള്ളാടനുണ്ട്, പുലയുണ്ട്, തങ്ങളുണ്ട്, ഒസാനുണ്ട്, എത്രയോ ജാതികളാണുള്ളത്. അത് ഇന്ത്യയിൽ അങ്ങനെയാണ്. ഓരോരോ ജാതികൾ എഴുതണമല്ലോ. സലഫി എന്ന് പറയുന്നുണ്ട്, പിന്നെ എന്താണ് മുജാഹിദ്, KNM, എന്താണ് ഷാഫി ജാതി, ഹനഫി ജാതി, ഹംബലി ജാതി, മാലിക്കി ജാതി, ഇഷ്ടംപോലെ ജാതികളുണ്ട്, ഇഷ്ടംപോലെ മതങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതിപ്പോ ഇന്ത്യയിൽ അങ്ങനെ എഴുതി വെക്കണം. ഷാഫി ജാതിയാണ്, ഹനഫി ജാതിയാണ്, ഹംബലി ജാതിയാണ്, തങ്ങളാണ്, മുക്രിയാണ്, ഖത്തീബാണ് എന്നൊക്കെ എഴുതി വെക്കണമല്ലോ. നമുക്കിതൊന്നും അറിയില്ല കാര്യമായിട്ട്. അല്ല, കറുത്തവനും വെളുത്തവനും ജാതി ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറുത്തവനായ ബിലാൽ ഞങ്ങൾ കൂട്ടിച്ചേർത്തു അതാണ് ഇസ്ലാം. അങ്ങനെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കറുത്തവനും വെളുത്തവനും ഒന്നുമില്ലെങ്കിൽ അങ്ങനെയാണ് ഒരു വിവേചനപരമായിട്ട് വേർതിരിവ്. അവന്റെ ശവം, അവന്റെ മയ്യല്ല, അവന്റെ ശവം അങ്ങോട്ട് കൊണ്ടുപോകത്തില്ലല്ലോ. ആ നാട്ടിൽ മണ്ണെണ്ണ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയത്തില്ലല്ലോ ആ പന്നിയുടെ ശവം. എന്റെ നാട്ടിൽ ആർക്കാണ്? അവന്റെ അമ്മയില്ല, അവന്റെ അച്ഛനില്ല, കുറെ കുരങ്ങന്മാരുടെ നാട്ടിലുള്ള അവർക്ക് വേണമല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം കറുത്തവനായ ബിലാലിന് അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിട്ടതല്ലേനോ? അങ്ങനെ ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ഇവിടെ സുലഭിക്കാത്ത എന്റെ കൂട്ടുകാരൻ, ഒരു ഫിലിപ്പീൻ എന്റെ കൂട്ടുകാരൻ മരിച്ചപ്പോ ഇവിടെ അടക്കിയത്. ശക്തി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ മരിച്ചപ്പോ ഇവിടെ അടക്കിയത്.